ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ബസ് സമരമുള്ള ദിവസത്തെ ഒരു വീഡിയോ ഒക്കെ ആയിട്ടാണ് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, കമൻറ്റ് എഴുതുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ രാവിലത്തെ വീഡിയോ എടുത്തതൊക്കെ മിസ്സായിപ്പോയി കേട്ടോ. ഞാൻ എന്താ പറയുക, കുറേ പഴയ വീഡിയോകൾ ഡിലീറ്റ് ആക്കിയതായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇന്നത്തെ മോർണിംഗ് റൊട്ടീൻ ഒക്കെ പോയി കിട്ടി. എന്നിട്ട് ഉച്ച തിരിഞ്ഞേക്ക് 2 മീൻകറി ആയിരുന്നു. മീൻകറിയിൽ നിന്ന് 2 മീൻ കഷ്ണം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആയത്തിനും ശ്രീകുട്ടനും അവർക്ക് വറുത്തതില്ലെങ്കിൽ എന്തോ ഒരു സങ്കടം പോലെയാണ് കേട്ടോ. എന്നാൽ അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പം ഞാൻ ശ്രീകുട്ടനോട് അത് വറുത്തോളം പറഞ്ഞു. അപ്പോൾ അവൻ എന്തൊക്കെയോ സ്പെഷ്യൽ മസാലകളൊക്കെ ചേർത്ത് അവൻ ഓരോ പ്രാവശ്യം ഓരോ മസാലകൾ ചേർക്കണം കേട്ടോ. അപ്പോൾ അവൻ എന്തൊക്കെയോ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഫ്രീസറിലൊക്കെ വെച്ചു. എന്നിട്ട് പിന്നെ വറക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വറക്കാൻ ഞാൻ ചെന്നു. എന്ന് വെച്ചാൽ ഇനി കരിയണ്ട എന്ന് വിചാരിച്ച് ഞാൻ ചെന്നു. കണ്ടുപഠിച്ചോളാൻ പറഞ്ഞു കേട്ടാ. ആൺപിള്ളേരായാലും കുക്കിംഗ് പഠിക്കാണ്ടിരിക്കും നല്ലതൊന്നുമല്ല. ഇവരൊക്കെ പുറത്ത് ജോലിക്കൊക്കെ പോകേണ്ടവരൊക്കെ തന്നെയല്ലേ. നമ്മുടെ വീട്ടിലെന്നും ഉണ്ടാവുന്ന ഒരു ഉറപ്പില്ല. ജോലി എവിടെ കിട്ടുക, എവിടെ ജീവിക്കേണ്ടി വരിക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇനി പെൺകുട്ടികൾ മാത്രമല്ല കല്യാണം കഴിഞ്ഞ് പോണത്, ആൺപിള്ളേരായാലും എന്തായാലും കുക്കിംഗ് ഒക്കെ അറിഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് എനിക്ക് തോന്നി. അപ്പം പിന്നെ അതല്ല, നമുക്ക് വയ്യാണ്ടാവുമ്പോൾ ഒരു ഹെൽപ്പും ആവുമല്ലോ. അപ്പം അങ്ങനെ ഞാനിപ്പോൾ കുറേശ്ശെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും കേട്ടോ. കുറച്ച് നേരമൊക്കെ അവിടെ നിൽക്കുന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഇപ്പോൾ ഒരു വയ്യാണ്ടായപ്പോൾ എന്ത് പറഞ്ഞാലും ഓടി വന്ന് ചെയ്യും. അതിൻ്റെ കാരണം എനിക്ക് വയ്യല്ലോ. അപ്പം ഈ ഒരു താപ്പിന് തന്നെ നമുക്കെല്ലാം അവർക്ക് പഠിപ്പിക്കേണ്ടതും കൂടിയും പഠിക്കാം അല്ലേ. പിന്നെ ഞാൻ പച്ചമുളക് പൊട്ടിക്കേണ്ട ആ ഒരു പച്ചമുളക് മൊത്തം എല്ലാ പച്ചമുളകും പൊട്ടിച്ച് തീർത്തു കേട്ടോ. അത് അവിടെ ഇരിക്കണേ. പിന്നെ ബാക്കിയുള്ളതൊക്കെ പൊട്ടിച്ചെടുക്കുക. കുറേ ദിവസമായി നിറയെ പച്ചമുളകായിട്ട് നിൽക്കണത്. അപ്പോൾ അതിന് അവിടെ നിൽക്കുമ്പോൾ ഞാനിപ്പോൾ അവിടെ നിൽക്കണ്ട, മൂത്ത് ഇങ്ങനെ പഴുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാതും പൊട്ടിച്ചെടുത്തു കേട്ടോ. അത്യാവശ്യം പച്ചമുളക് ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലെ പച്ചമുളക് വെച്ചാൽ തീർന്നു പോയിട്ടും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ രാത്രിയൊക്കെ ഈ പച്ചമുളക് പൊട്ടിക്കാൻ പോകുമ്പോൾ അവിടെ എനിക്ക് ആ പുല്ലൊക്കെ ഉള്ളതല്ലേ, എനിക്ക് ഇത്തിരി പേടിയാണ്. അപ്പോൾ പിന്നെ ആവശ്യം നേരത്തെ അങ്ങനെ പൊട്ടിക്കാൻ ഓടണ്ടല്ലോ. ഞാൻ എല്ലാതും പൊട്ടിച്ചു കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. പിള്ളേർ വിനാഗിരിയിൽ ഇടാം അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ ഇട്ടില്ല എന്ന് വെച്ചാൽ അവർ ഒറ്റയടിക്ക് അത് കഴിച്ച് തീർക്കും. മുളകല്ലേ, അത്ര നല്ലതൊന്നുമല്ലല്ലോ. പിന്നെ ഞാൻ തുണികൾ ഇവർ അലക്കിയിട്ടതൊക്കെ തന്നെയാണ്, ഞാൻ അലക്കിയതൊന്നുമല്ല. എന്നാലും ഞാൻ ആ തുണികളൊക്കെ നിർത്ത്, അധികം തുണികളൊന്നും ഉണ്ടായില്ല. കുറേയൊക്കെ അവർ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളത് ഞാനും കൂടി എടുത്ത് മടക്കി വെച്ചു കേട്ടോ. അവരെല്ലാ പണിയും ചെയ്യും, പക്ഷെ അത് ക്ലിയർ ആക്കില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ പിന്നെ അത് നമ്മുടെ കൈ ചിലപ്പോൾ ഒക്കെ എത്തേണ്ടി വരും. ഇന്ന് എനിക്ക് അത്ര വലിയൊരു കുഴപ്പമുള്ള ദിവസമായി, എന്നാലും ശരീരവേദനയൊക്കെ ഉണ്ട് കേട്ടോ. ഗ്യാസിൻ്റെ അസുഖമാണോ ബ്ലഡ് കുറവിൻ്റെ ആണോ എന്നൊന്നും എനിക്ക് മനസ്സിലാവണില്ല. ഡോക്ടറെ അടുത്തേക്ക് പോകാനായിട്ട് പറ്റൂല. നാളെ ഒന്നും കൂടി പോകേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നു. എന്താ ശരീരവേദന ഇങ്ങനെ നിൽക്കണേന്ന് അറിയണ്ടേ. സഹിക്കാവുന്നതിനൊക്കെ ഒരു പരിധിയില്ല അല്ലേ. അങ്ങനെ വൈകുന്നേരത്തേക്ക് ചപ്പാത്തി ആക്കാൻ വെച്ചു. കുറച്ച് ചോറുണ്ട്, എന്നാലും അത് തികയില്ല കേട്ടോ. അപ്പം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ വെച്ചു. ചപ്പാത്തി പ്രസ് ഉള്ളതുകൊണ്ടാണ് ഈ സാഹസത്തിൽ നിന്നത് കേട്ടോ. അല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല. ചപ്പാത്തി പ്രസ് ഉള്ളതുകൊണ്ട് മാത്രം. അപ്പോൾ ഞാൻ അവിടെ ചപ്പാത്തിക്ക് പൊടി കുഴയ്ക്കുന്ന നേരത്ത് നമ്മുടെ ആദ്യത്തിനാണ് ഇന്നത്തെ ക്യാമറാമാൻ സ്റ്റാൻഡിൻ്റെ മുകളിലത്തെ ആ ഒരു ഭാഗം പെട്ടെന്ന് അതിൻ്റെ എന്താ പറയുക ത്രെഡ് എന്നൊക്കെയാണ് പറയാൻ തോന്നുന്നു, അതിങ്ങനെ പോയി. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ ക്യാമറ റെഡിയാക്കാൻ പറ്റിയില്ല. സ്റ്റാൻഡ് ശരിയാക്കാൻ എനിക്ക് പറ്റിയില്ല, ചേട്ടൻ വരണം ശരിയാക്കാനായിട്ട്. അപ്പോൾ പിന്നെ ക്യാമറാമാനെ ആദ്യത്തിനാക്കി വെച്ചു. അപ്പോൾ നമ്മുടെ ശ്രീകുട്ടൻ ആദ്യത്തിനും നമ്മുടെ ഈ വെള്ള കണ്ടമ്പൂച്ചേനെ ഒന്ന് ചൊറിയുന്ന പരിപാടി ഉണ്ടിട്ട് അവന് ഭയങ്കര പേടിയാണ്, എന്നാൽ ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഓടും. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് അതിനെ ഒന്ന് പേടിപ്പിക്കാനായിട്ട് ചെന്നതാണ്. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട്. അപ്പോൾ അവൻ അങ്ങനെ ഞാൻ അവരോട് പറയുമ്പോൾ അവൻ കണ്ട ആ പൂച്ചക്കുട്ടൻ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ അവൻ ഇത്തിരി അടുപ്പം കുറവാണ് കേട്ടോ. നമ്മളോട് വലുതായിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് ആ പൂച്ചക്കുട്ടന്മാരെ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ്. അപ്പം നമ്മുടെ കണ്ടപ്പം മാത്രമാണ് ഭയങ്കര സ്നേഹമുള്ളത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഓരോ തമാശകളൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചിരിക്കുന്നത്. അപ്പോൾ 2-3 പ്രാവശ്യം അവൻ്റെ തമാശകളൊക്കെ ഇട്ടപ്പോൾ പിന്നെ അവൻ പറഞ്ഞു ഇനി അങ്ങനെ അമ്മ ഇടരുത് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഇട്ടില്ല കേട്ടോ. ഇപ്പോൾ അവൻ ഇട്ടോ എന്ന് പറയുന്നത് മാത്രം ഞാൻ ഇടാറുള്ളൂ. അവൻ്റെ സംസാരമൊക്കെ, അവൻ്റെ സംസാരം നല്ല രസമൊക്കെ തന്നെയാണ്. ഇങ്ങനെ വായാടിയാണ്. ശ്രീകുട്ടൻ തന്നെ അത്ര അങ്ങോട്ട് ചാടിക്കറി സംസാരിക്കില്ല എന്നല്ല, പരിചയമുള്ളവരോട് നന്നായിട്ട് സംസാരിക്കും കേട്ടോ. അങ്ങനെയാണ്. ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു. പരിചയമില്ലാത്തവരോട് അധികം അങ്ങനെ സംസാരിക്കില്ലായിരുന്നു. പക്ഷേ കല്യാണമൊക്കെ കഴിഞ്ഞ് ജോലിക്കൊക്കെ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ സ്വഭാവം നന്നായിട്ട് സംസാരിക്കുന്ന രീതിയിലേക്കുള്ളതാക്കി മാറ്റിയെടുത്തു കേട്ടോ ഞാൻ. അത് അങ്ങനെ വേണമെന്ന് എനിക്ക് തോന്നി. നമ്മളങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നത് ശരിയല്ല എന്നൊക്കെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് കേട്ടോ. പല സ്ഥലങ്ങളിൽ നന്നായിട്ട് സംസാരിക്കുന്നതാണ്, എന്നാൽ ആവശ്യത്തിലധികം സംസാരിക്കാൻ പാടില്ല കേട്ടോ, അങ്ങനത്തെ ഒരു രീതിയിൽ. അപ്പോൾ ഉള്ളിക്കറിയും അതേപോലെ തന്നെ ചപ്പാത്തിയാണ് കേട്ടോ ഇന്നത്തെ ഇതിനുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഉള്ളിക്കറി ആദ്യം തന്നെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഓരോന്നാകുമ്പോൾ വേഗം അങ്ങനെ എടുക്കാമല്ലോ.
കഴിക്കാമല്ലോ, പിള്ളേർക്ക് വിശന്ന് തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ അതാ ഒരു 3-4 സവോള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി ഇത്തിരി വലുതായിരുന്നു അത് എടുത്തിട്ടുണ്ട്, 2-3 പച്ചമുളക്, ഇഞ്ചി ചതച്ചത്, കറിവേപ്പില, ഇത്രയും എന്താ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്തിരി വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കൊക്കെ തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിൽ ഞാൻ അത്ര അങ്ങോട്ട് വെളിച്ചെണ്ണ ചേർത്തിട്ടില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കുക. അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് വഴണ്ട് കിട്ടണം കേട്ടോ. ഓവറായിട്ട് ഫ്രൈ ഒന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞാൻ എന്താ മുളക് പൊടിയൊക്കെയാണ് അതിലേക്ക് ഇടുന്നത്. കാശ്മീരി മുളക് പൊടിയാണ് ഞാനിതിലിട്ടത്, പക്ഷേ എന്താണെന്നറിയില്ല, നല്ല എരിവായി എന്ന് പറഞ്ഞു കറിക്ക്. ഇനിയിപ്പോൾ നമ്മൾ പച്ചമുളക് 2-3 ഇട്ടുണ്ടായിരുന്നു, അതിന് നല്ലോണം മൂത്തിട്ട് നല്ല എരിവുണ്ടായിരുന്നു എന്ന് അറിയില്ല കേട്ടോ. നല്ല എരിവായി പോയി എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നോട് കൂട്ടണ്ടെന്ന് പറഞ്ഞ്, എന്നോട് എരിവ് കൂട്ടണ്ടെന്നാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഒട്ടും. അപ്പോൾ അത് കാരണം ഞാൻ ഉള്ളിക്കറി കഴിക്കാനായിട്ട് നിന്നില്ല. അപ്പോൾ മുളക് പൊടിയൊക്കെ കൂട്ടുകാർ ശ്രദ്ധിച്ചിടുക കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ഇത്തിരി ഗരം മസാലയോ ബീഫ് മസാലയൊക്കെ ആയിട്ടാ സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവുക. ഗരം മസാലകളും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് അത് കഴിഞ്ഞാലേക്ക് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നാളികേരപ്പാലാണ് നല്ല കിട്ടു ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ ചെരുകാനും ഇനി അതൊക്കെ റെഡിയാക്കാനൊക്കെ ഉള്ളൊരു മടി കൊണ്ടല്ല, ഇപ്പം അത്ര ആരോഗ്യം റെഡി ആയിട്ടില്ലല്ലോ, അത് കാരണം കൊണ്ട് കോൺഫ്ലവറാണ് എടുത്ത് കലക്കിയത് കേട്ടോ. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു, എന്നിട്ടൊന്ന് നന്നായിട്ട് തിളപ്പിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ഈ കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ നാളികേരപ്പാൽ അല്ലെങ്കിൽ നാളികേരം അരച്ചത് ചേർക്കാണ് ഏറ്റവും ടേസ്റ്റ്. പിന്നെ അത്രയും വയ്യ, എന്തെങ്കിലും തിരക്കുണ്ട് അങ്ങനെയൊക്കെ ദിവസങ്ങളിൽ മാത്രം ഇങ്ങനെ കോൺഫ്ലവർ പരീക്ഷണമൊക്കെ മതിയിട്ടാ. നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റൊന്നും ഒന്നിനുമില്ല. കശുവണ്ടി അരച്ചാൽ ഉണ്ടാവും കേട്ടോ, നല്ല ടേസ്റ്റാണ് കശുവണ്ടി അരച്ച് ചേർക്കണത്. ആദ്യത്തെ എന്നെ പേടിപ്പിക്കുകയാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ. അയ്യോ എന്തോ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ട്, എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇങ്ങനെ. അപ്പം ഞാൻ ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ എന്നെ മനുഷ്യന് വയ്യാണ്ടിരിക്കുക പേടിപ്പിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞ് അങ്ങനെ എല്ലാതും എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ സവോളത്തോലും ആ കൗണ്ടർ ടോപ്പ് ഒന്ന് വൃത്തിയാക്കണം, എന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയാവുമല്ലോ. പിന്നെ പണികളില്ലല്ലോ കാര്യമായിട്ട്. അപ്പോൾ അങ്ങനെ വിചാരിച്ചു ഞാനതാ വേസ്റ്റ് ഉള്ളിത്തോലൊക്കെ കൊണ്ട് അവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്, അതിലേക്ക് പച്ചക്കറി വേസ്റ്റുകൾ ഇടുക കേട്ടോ. ഫുഡ് വേസ്റ്റ് അവിടെ തന്നെ വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലിടും, എന്നിട്ട് നേരം വളക്കുമ്പോൾ ഇത്തിരി ദൂരെയായിട്ട് കൊണ്ടുവിടും. നമ്മുടെ കാക്കകൂട്ടന്മാരൊക്കെ അതൊക്കെ കൊത്തി തിന്നോളൂ കേട്ടോ. പിന്നെ ഞാൻ ചപ്പാത്തി പ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയത് കാണിക്കാൻ വിട്ടുപോയി, മറന്നുപോയി എന്ന് പറയുന്നതാണ് സത്യം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. പിന്നെ അതല്ല, ആദിത്യൻ ഫുഡ് കഴിക്കുകയായിരുന്നു കേട്ടോ. അവൻ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിലാണ് എനിക്കിതൊക്കെ പിടിച്ച് തന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ ഓവറായിട്ട് അങ്ങനെ എടുപ്പിച്ചില്ല. ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ ചോറൊന്ന് ചൂടാക്കാനായിട്ട് വെച്ച്, കുറച്ച് ചോറ് ബാലൻസ് ഉണ്ട് രാവിലത്തെ, അപ്പോൾ അതൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചപ്പാത്തി എടുത്ത് ചപ്പാത്തി ഉണ്ടാക്കലൊക്കെ തുടങ്ങിയിട്ടാണ്. പിന്നെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ചപ്പാത്തി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. രണ്ടാളും അവിടെ താഴത്ത് ഇരുന്ന് കണ്ടിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ ഗ്യാസിൻ്റെ ഗുളിക ആദ്യം എടുത്ത് കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ ഭാഗം ക്യാമറ ഷൂട്ട് ചെയ്ത് അത്ര അങ്ങോട്ട് നന്നായില്ല അല്ലേ, എന്തോ ക്യാമറ തുറച്ചില്ല എന്ന് തോന്നുന്നു പിള്ളേർ. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനി ഒരു ഇത്തിരി ചൂടുവെള്ളം വെച്ച് കണ്ടിട്ട് ഉപ്പൊക്കെ ഇട്ട് ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ടുണ്ടെങ്കിൽ ശരീരവേദനയൊക്കെ മാറും എന്നല്ലേ പറയുക. അപ്പോൾ അങ്ങനെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ചൂടുവെള്ളം വെക്കുകയാണ് കേട്ടോ. നമ്മുടെ കെറ്റിലിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ്. മുറ്റത്തൊക്കെ ആണെന്ന് നമുക്ക് കുറേ ആക്കാം. ഇപ്പോൾ കുറേ ആയി തീ കത്തിച്ചിട്ടുള്ള കാരണം കൊണ്ട് പെട്ടെന്നൊന്നും തീ കത്തിപ്പിടിയില്ല. അപ്പോൾ അതുകൊണ്ട് തീ കത്തിക്കാൻ പോയിട്ട് വലിയ ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അതുകൊണ്ട് ആ പരിപാടിക്ക് പോയില്ല, കെറ്റിലിൽ തന്നെ വെച്ചു. ഓവർ പണികൾ എടുക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ളിക്കറിയൊക്കെ ഉണ്ടാക്കി നോക്കും. ഉള്ളിക്കറി ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. അപ്പോൾ ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്ത് നോക്കിയാൽ മതി ഉള്ളിക്കറി വേണമെന്നുള്ളവർ കേട്ടോ. പിന്നെ ചേട്ടൻ വന്നിട്ടും ഷൂട്ട് ചെയ്യാനായിട്ട് നിന്നൊന്നുമില്ല. എനിക്ക് കൂട്ടുകാർക്ക് അറിയാലോ എനിക്ക് മുഴുവനായിട്ടും മാറിയിട്ടില്ല എന്ന്. അപ്പോൾ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, ഇനി നാളെ രാവിലെ കാണാം.